ഹായ്, ഞാൻ ഡോക്ടർ അംബ്ലി, Q1 ഹെൽത്ത് കെയറിലെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനാണ്. ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് അവരുടെ കൈകാലുകളുടെ അഗ്രഭാഗത്ത് വരുന്ന തരിതരിപ്പ്, പെരുപെരുപ്പ്, അതുപോലെ വേദന അല്ലെങ്കിൽ പുകച്ചിൽ പോലുള്ള സെൻസേഷനുകൾ. ഒരുപാട് മരുന്ന് കഴിച്ചിട്ടായിരിക്കാം അവർ വരുന്നുണ്ടാവുക. അവർക്ക് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. ചിലപ്പോൾ പല മുറിവുകൾ പറ്റിയാൽ പോലും ഇവരറിയുന്നുണ്ടാവില്ല. അവർക്ക് ബ്ലീഡിങ് നന്നായിട്ട് പോയിട്ടുണ്ടാവും, എന്നാലും മുറിവ് പറ്റിയതുപോലും അറിയാതെ നമ്മുടെ ക്ലിനിക്കിൽ വരുന്നവരൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ മുറിവ് പറ്റിയതുപോലും അറിയാൻ പറ്റാത്തത്? ഒരു തരിതരിപ്പ് അല്ലെങ്കിൽ പെരുപെരുപ്പ് എപ്പോഴും ഉണ്ടാവുന്നത്? ഇതിന് കാരണം ഒരു പക്ഷേ പെരിഫറൽ ന്യൂറോപ്പതി, അതായത് നമ്മുടെ അഗ്രഭാഗത്ത് വരുന്ന ന്യൂറോണുകൾക്ക് വരുന്ന നാശം കൊണ്ടായിരിക്കാം ഇങ്ങനെ ഉണ്ടാകുന്നത്. പെരിഫറൽ ന്യൂറോപ്പതി എന്താണ്? അതിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? എങ്ങനെ നമുക്കിത് വേഗം മനസ്സിലാക്കാമെന്നും നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഞരമ്പുകളുണ്ട്, അഥവാ നാഡികൾ, ന്യൂറോൺസ് എന്ന് പറയും. ഇത്തരത്തിൽ തന്നെ ഒരുപാട് ന്യൂറോൺസ്, വിവിധ തരത്തിലുള്ള ന്യൂറോൺസുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അത് ചിലപ്പോൾ സെൻസറി ന്യൂറോണുകളാവാം, മോട്ടോർ ന്യൂറോണുകളാവാം, മറ്റൊന്ന് ഓട്ടോണമിക് ന്യൂറോൺസുകളാണ്. ഈ സെൻസറി ന്യൂറോൺസിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ നമുക്ക് സെൻസേഷൻ, സ്പർശനം അറിയാനുള്ളതാണ്. കൂടാതെ ഈ തണുപ്പ്, വേദന, ചൂട്, ഇതൊക്കെ അറിയാനായിട്ട് സെൻസറി ന്യൂറോൺസുകൾ ഹെൽപ്പ് ചെയ്യും. മറ്റൊന്ന് മോട്ടോർ ന്യൂറോണുകളാണ്. മോട്ടോർ ന്യൂറോണുകൾ നമുക്ക് ചലനത്തിനൊക്കെ സഹായിക്കുന്നത് മോട്ടോർ ന്യൂറോണുകളാണ്. ഓട്ടോണമിക് ന്യൂറോൺസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇന്നർ ഓർഗൻസ്, നമ്മുടെ ശരീരത്തിലെ അകത്തുള്ള ഓർഗൻസിനെയൊക്കെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നതാണ്. അതായത് ഹാർട്ടിനെ പ്രവർത്തിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. കൂടാതെ GIT, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിനെ, വയറിനെ പ്രവർത്തിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. കൂടാതെ കണ്ണ്, രക്തക്കുഴലുകൾ, സ്കിന്ന്, മറ്റ് മസിൽസ് എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കാനായിട്ട് ഓട്ടോണമിക് നെർവ്സ് സഹായിക്കുന്നുണ്ട്. ഓട്ടോണമിക് നെർവ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് ബാലൻസിന് സഹായിക്കുന്നുണ്ട്. ബാലൻസിന് സഹായിക്കുന്നത്, നമുക്ക് നിൽക്കാനൊക്കെ സഹായിക്കുന്നത് ഓട്ടോണമിക് നെർവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഓട്ടോണമിക് നെർവ്സിൻ്റെ പ്രവർത്തനങ്ങൾ കുറഞ്ഞാൽ അത് നമുക്ക് തല ചുറ്റുന്നത് പോലെയൊക്കെ അനുഭവപ്പെടാം. തല ചുറ്റി നമ്മൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് യൂറിനേഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഓട്ടോണമിക് നെർവ്സ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒട്ടുമിക്ക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഓട്ടോണമിക് നെർവ്സ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ന്യൂറോൺസിന് ഉണ്ടാകുന്ന ഡാമേജുകൾ, അതിനെയാണ് നമ്മൾ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ന്യൂറോപ്പതി ഉണ്ടാകുന്നത് ചിലപ്പോൾ പെട്ടെന്ന് വരുന്ന ന്യൂറോപ്പതികൾ ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ന്യൂറോൺസിന് പെട്ടെന്ന് ഡാമേജ് വരാതെ ചിലപ്പോൾ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ എടുത്തൊക്കെ ആയിരിക്കാം ഈ ന്യൂറോൺസിന് ഡാമേജ് വരുന്നുണ്ടാവുക. ന്യൂറോപ്പതി നമുക്ക് ജനറ്റിക്കലായിട്ടും വരാം, അക്വയർഡായിട്ടും വരാം. അക്വയർഡായിട്ട് വരുന്നതിലാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രമേഹം ഉൾപ്പെടുന്നത്. പ്രമേഹ രോഗികളിൽ ഒട്ടുമിക്ക ആൾക്കാരിലും അവർക്ക് നടക്കുമ്പോൾ ഒരു സൂചി കുത്തിയാൽ പോലും അറിയാത്ത അവസ്ഥകൾ വരാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് ന്യൂറോപ്പതി ബാധിച്ച ആൾക്കാർക്ക് കാണാൻ പറ്റുന്നത് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് ഇവരുടെ കൈകാലുകളിലുണ്ടാകുന്ന തരിതരിപ്പ്, ആ പെരുപെരുപ്പ് ഒക്കെയാണ്. ചിലർക്ക് ഒരു ബേണിംഗ് സെൻസേഷൻ, അതായത് ഒരു വേദന കൂടെ തന്നെ ഇവർക്ക് പുകച്ചിലും ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെ ഇവരുടെ കൈകാലുകളൊക്കെ ശോഷിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. അതായത് ഇവർക്ക് മസിൽ ക്രാംസ്, മസിൽ കയറ്റം വരാം. കൂടാതെ ക്ഷീണം, ഇതൊക്കെ ഇവർക്ക് അനുഭവപ്പെടാവുന്നതാണ്. ഇവർക്ക് സ്വന്തമായിട്ട് അവരുടെ ഒന്ന് മുടി പിന്നിയിടാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വരെ എത്തിപ്പോവാവുന്നതാണ്. ബട്ടൺസ് ഇടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്താം. ഒരു സാധനം കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ല. ആ പിടിച്ച സാധനത്തിന് കൈ നൂർന്നു പോവാം, അല്ലെങ്കിൽ ഒന്ന് മുകളിലേക്ക് ഒരു സാധനം വെക്കാനുള്ള അവസ്ഥ. ഇതൊക്കെ ഇവർക്ക് വരുന്ന ലക്ഷണങ്ങളാണ്. ന്യൂറോപ്പതി ബാധിച്ച ആൾക്കാർക്ക് കൈകാലിനെപ്പോഴും ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യാവുന്ന ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് കാലെപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു. കാലെപ്പോഴും കോച്ചി പിടിക്കുന്നത് പോലെ, കാല് ശോഷിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇവർക്ക് നേരെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിൽക്കുമ്പോഴേക്ക് ഇവരുടെ മുട്ട് വളഞ്ഞ് ഇവർ താഴെ വീണു പോകാനുള്ള അവസ്ഥയുണ്ട്. ഇങ്ങനെ വീണു പോയാൽ ഇവർക്ക് തിരിച്ച് എഴുന്നേൽക്കാനും പറ്റില്ല. അവർ വീണ അതേപോലെ തന്നെ നിൽക്കേണ്ട അവസ്ഥയാണ്. ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം പെരിഫറൽ ന്യൂറോപ്പതി ബാധിച്ച ആൾക്കാർക്ക് കടന്നു പോകേണ്ടി വരിക.
ഫസ്റ്റ് സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഈ ന്യൂറോൺസിൻ്റെ ഫങ്ഷൻ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതായത് സെൻസറി ആവുന്ന സമയങ്ങളിൽ ഒരു പക്ഷേ നമുക്ക് ഈ സ്പർശനം, ചൂട്, തണുപ്പ് ഇതൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോവും. ഇനി മോട്ടോറിനെയാണ് ബാധിക്കുന്നതെങ്കിൽ നമുക്ക് ബലക്ഷയമാണ് വരുന്നത്. അതായത് നമുക്ക് ചലിപ്പിക്കാനൊന്നും പറ്റില്ല, കാൽപാദം പൊക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പെരുവിരലൊന്നും പൊക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇത് എത്തിപ്പോവും. കൂടാതെ നമ്മൾ അതായത് വിവിധ തരത്തിലുള്ള നെർവ്സാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഏത് നെർവിനെ ബാധിക്കുന്നോ ആ നെർവിനനുസരിച്ചായിരിക്കാം നമുക്ക് ന്യൂറോപ്പതി വരുന്നത്. മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിസ്കിൻ്റെ പ്രശ്നമായിട്ട് വരുന്നവർക്കും ഇങ്ങനത്തെ തരിതരിപ്പ്, പെരുപെരുപ്പും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. അതായത് വാതരോഗങ്ങളിലൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇതുപോലത്തെ തരിതരിപ്പൊക്കെ അനുഭവപ്പെടാറുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡിലൂടെ തന്നെ നിങ്ങളത് കണ്ടുപിടിക്കേണ്ടതാണ്. ഡിസ്കിൻ്റെ പ്രശ്നമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു പക്ഷേ കയ്യിലേക്ക് അല്ലെങ്കിൽ ഒരു കാലിലേക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കാം വരുന്നത്. ഇതിന് നിങ്ങൾ കൃത്യമായിട്ടുള്ള എക്സ്റേയോ MRI അല്ലെങ്കിൽ CT ഒക്കെ എടുത്തിട്ട് അത് ഏതിൻ്റെയാണ്, അത് സ്പൈനൽ കോഡിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ പ്രശ്നമാണോ ഡിസ്കിൻ്റെ പ്രശ്നമാണോ ഒക്കെ നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡിലൂടെ വേർതിരിച്ചറിയേണ്ടതാണ്. നമുക്ക് സാധാരണയായിട്ട് പറഞ്ഞു ഓരോ നെർവ്സും ഡാമേജ് ആവാൻ കുറേ സമയം എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരിൽ അവർക്ക് വേദന ഒരുപാട് മുന്നേ കാലം തൊട്ടേ സ്പർശനശേഷിയൊക്കെ നഷ്ടമായിട്ടുണ്ടാവും. പെട്ടെന്ന് അത് റീഗെയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ ക്ലിനിക്കിലൊക്കെ കാണുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ടോ ടിപ്പ്, അതായത് പെരുവിരലിൻ്റെ അഗ്രഭാഗത്തു നിന്നാണ് നമുക്ക് ഈ തരിതരിപ്പൊക്കെ മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കയറി അതായത് ചിലപ്പോൾ ആംഗിൾ ജോയിനിലേക്ക് എത്തും. ആംഗിൾ ജോയിനിൽ നിന്ന് അത് കാഫ് മസിൽസിലേക്ക് എത്തിയതിന് ശേഷം മുട്ട് വരെയാണ് ഇത് എത്തുന്നത്. മുട്ടിലെത്തിയതിന് ശേഷം പിന്നെ അത് നമുക്ക് കൈവിരലുകളിലേക്കാണ് വരിക. കൈവിരലിൻ്റെ അഗ്രത്ത് വരാം, പിന്നെ അത് റിസ്റ്റിലേക്ക് വരാം, പിന്നെ അത് എൽബോ ജോയിനിലേക്ക്. അങ്ങനെ ഒരു ഗ്ലൗസ് ഇട്ട മാതിരി അവസ്ഥയിലേക്കായിരിക്കാം ഈ പെരിഫറൽ ന്യൂറോപ്പതിയുടെ അവസ്ഥകൾ വരുന്നത്. പെരിഫറൽ ന്യൂറോപ്പതിയിൽ ഇന്ന ന്യൂറോൺസ് ആദ്യം ഡാമേജ് ആവണം എന്നൊന്നുമില്ല. ചിലപ്പോൾ അത് സെൻസറി ന്യൂറോൺസിനെ ആയിരിക്കാം ബാധിക്കുന്നത്. സെൻസറി ന്യൂറോൺസിനെ ബാധിക്കുമ്പോൾ നമുക്ക് സ്പർശനശേഷി നഷ്ടമാവാം. അതുപോലെ തന്നെ വേദന, പിന്നെ ചൂട്, തണുപ്പ് ഇതൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് ചിലപ്പോൾ അത് മോട്ടോർ ന്യൂറോൺസിനെ ബാധിച്ചെന്ന് വരാം. മോട്ടോർ ന്യൂറോൺസിനെ ബാധിക്കുമ്പോൾ നമുക്ക് ബലക്ഷയമാണ് വരുന്നത്. അതായത് നമുക്ക് ചലിപ്പിക്കാനൊന്നും പറ്റാതെ, നമ്മുടെ മസിൽസിനെ ഒന്നും ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോവും. കൂടാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ല, നിൽക്കുമ്പോഴേക്കും നമ്മൾ ചിലപ്പം വീണ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഓട്ടോണോമിക് ന്യൂറോൺസിനെയാണ് പെരിഫറൽ ന്യൂറോപ്പതി ബാധിക്കുന്നതെങ്കിൽ അത് മറ്റ് പല പ്രശ്നങ്ങൾക്കുമാണ് കാരണമാകുന്നത്. അതായത് നമുക്ക് തൊലിപ്പുറത്തൊക്കെ വിണ്ട് കീറുന്ന അവസ്ഥകളിലേക്ക് വരാം, അല്ലെങ്കിൽ കാല് വിണ്ട് കീറാം, തൊലിപ്പുറത്ത് മറ്റ് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. തൊലിപ്പുറത്ത് നമ്മുടെ നഖം തന്നെ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. ഹെയർ ഗ്രോത്ത് കുറയും, ഒരുപാട് അൾസേഴ്സ് അല്ലെങ്കിൽ ഇച്ചിങ്, ഇറപ്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. മറ്റൊന്ന്, ഇത് നമ്മൾ മുന്നേ പറഞ്ഞ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. ഓട്ടോണമിക് നെർവ്സിനാണ് ഡാമേജ് വരുന്നതെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ കണ്ണിനൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. കൂടാതെ നമ്മുടെ വയറിന്, ഹാർട്ടിന് ഒക്കെ പ്രശ്നങ്ങളാണ്. കണ്ണിന് നമ്മൾ മുഖം കഴുകുന്ന സമയങ്ങളിൽ നമ്മൾ കണ്ണടച്ചിട്ടാണ് നമ്മൾ മുഖം കഴുകുന്നത്. ഈ സമയങ്ങളിൽ നമുക്ക് തല ചുറ്റുന്നത് പോലെ ഉള്ള ഫീല് വരികയും നമ്മൾ പെട്ടെന്ന് വീണ് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. കൂടാതെ നമ്മുടെ വയറ് വീർക്കുന്ന പോലെ തോന്നാം, വയറിളക്കം, വയറിന് ഒട്ടുമിക്ക അസ്വസ്ഥതകളും ഓട്ടോണമിക് നെർവ്സിന് ഡാമേജ് വരുമ്പോൾ നടക്കുന്നുണ്ട്. വയറ് വീർക്കുന്നത് പോലെ, കൂടാതെ വയറിളക്കം, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വരുന്ന കോൺസ്റ്റിപ്പേഷൻ, ഇതൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാനുള്ള സെൻസേഷൻ നമുക്ക് ഉണ്ടായെന്ന് വരാം. ഹാർട്ടിൻ്റെ റിതം അതൊക്കെ ഇറഗുലർ ആവാനുള്ള ചാൻസ് ഉണ്ട്. കൂടാതെ നമുക്ക് യൂറിനേഷനൊക്കെ കൂടുതലായിട്ട് വരാം. നമുക്ക് നമ്മുടെ ലൈംഗിക താല്പര്യത്തിന് തന്നെ ഈ ഓട്ടോണമിക് നെർവ്സിന് ഡാമേജ് ആയാൽ പ്രശ്നമാണ്. ഇനി ന്യൂറോപ്പതി ഒരു പക്ഷേ ക്രാനിയൽ നെർവ്സിനെയും ബാധിച്ചെന്ന് വരാം. ക്രാനിയൽ നെർവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് സപ്ലൈ ചെയ്യുന്നതാണ്. ഇങ്ങനെ ക്രാനിയൽ നെർവ്സിനെ ബാധിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ കണ്ണ് തൂങ്ങിപ്പോവുക എന്നുള്ള അവസ്ഥകളിലേക്കൊക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. മറ്റൊന്നാണ് നമ്മുടെ മുഖം കോടിപ്പോവുക എന്നുള്ളത്. മുഖം കോടിപ്പോകുന്ന സമയങ്ങളിൽ നമുക്ക് ഭക്ഷണം ചവച്ചരയ്ക്കാൻ പറ്റില്ല, അത് ഇറക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് വരാം. കൂടാതെ സംസാരിക്കുന്നത് കുഴഞ്ഞു പോകുന്നത് പോലെ ഉള്ളൊരു ഫീല് വരാം. സ്പർശനശേഷി നഷ്ടമാകുന്നതൊക്കെ ക്രാനിയൽ നെർവ്സിന് ഡാമേജ് വരുന്നത് വഴി ഉണ്ടാകുന്നതാണ്. ഏത് ന്യൂറോൺസിനെയാണോ ഈ പെരിഫറൽ ന്യൂറോപ്പതി ബാധിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലുള്ള ഡാമേജുകളും അങ്ങനെ തന്നെയായിട്ടാണ് വരുന്നത്. ഇനി മറ്റൊരു പ്രശ്നം, നമ്മൾ പ്രമേഹ രോഗികൾക്കാണ് കൂടുതലായിട്ട്
ഇങ്ങനെ പെരിഫറൽ ന്യൂറോപ്പതി വരുന്നതെന്ന് പറഞ്ഞു. അതായത് അവരിൽ ഇത് വരുന്നതിനെയാണ് നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാന കാരണമായിട്ട് നമ്മൾ പറയുന്നത് ലെപ്രസി അഥവാ കുഷ്ഠരോഗം. ഇനി തൈറോയ്ഡ് രോഗമുള്ള ആൾക്കാരിൽ നമ്മൾ ന്യൂറോപ്പതി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അമിതമായിട്ടുള്ള പോഷകാഹാരക്കുറവ് ഉള്ള ആൾക്കാരിലും ന്യൂറോപ്പതി കാണാം. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ ഡെഫിഷ്യൻസി വരുന്നവരിൽ, ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാർ, ഡെയിലി മരുന്ന് കഴിക്കുന്ന ആൾക്കാരിൽ, ഇവരിലെല്ലാവരിലും ന്യൂറോപ്പതി നമ്മൾ കാണാറുണ്ട്. മറ്റൊന്ന്, അമിതമായിട്ട് ഡെയിലി മദ്യപിക്കുന്ന ആൾക്കാരിൽ നമ്മൾ ന്യൂറോപ്പതി കണ്ടുവരാറുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ആൾക്കാരിലെല്ലാവരിലും ന്യൂറോപ്പതി തുടക്കം നമ്മൾ കണ്ടുവരാറുണ്ട്. ഇനി നിങ്ങൾ ക്യാൻസറിനൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് ലുക്കീമിയ അല്ലെങ്കിൽ സ്മോൾ സെൽ കാർസിനോമ ഇങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ മരുന്നെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളിലും ന്യൂറോപ്പതി സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ, അതായത് HIV ഇൻഫെക്ഷൻസ് വരാം, അല്ലെങ്കിൽ സൈറ്റോമെഗാലോ വൈറസിൻ്റെ ഇൻഫെക്ഷൻസ്, ഡിഫ്തീരിയ, ഹെപ്പറ്റൈറ്റിസ് B, C ഇങ്ങനത്തെ അസുഖങ്ങൾക്കാരിലും നമ്മൾ പെരിഫറൽ ന്യൂറോപ്പതി കണ്ടുവരാറുണ്ട്. സാധാരണയായിട്ട് വാതരോഗങ്ങളിലുള്ള ആൾക്കാരിൽ നമ്മൾ ന്യൂറോപ്പതി കണ്ടുവരാറുണ്ട്. അതായത് അവർക്ക് ക്ഷീണം, തലകറക്കം, കൂടാതെ മസിലുകളിലൊക്കെ ബുദ്ധിമുട്ട്, കൈകാലുകളിൽ പെരുവരിപ്പ്, ഇതൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട്. ഇനി ഡെയിലി മരുന്നെടുക്കുന്ന ആൾക്കാരിലും നമ്മൾ ഇത് കണ്ടുവരാറുണ്ട്. അതായത് ഹാർട്ടിന്, ലങ്സിന്, ക്രോണിക് കിഡ്നി ഡിസീസൊക്കെ ഉള്ള ആൾക്കാർ, ഡെയിലി മരുന്ന് കഴിക്കുന്ന ആൾക്കാരിൽ ഇത്തരത്തിലുള്ള ന്യൂറോപ്പതി കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് ക്യാൻസറിന് മരുന്നെടുക്കുന്ന ആൾക്കാർ, കൂടുതലായിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന ആൾക്കാർ, ആൻറ്റി ഹിസ്റ്റമിൻസിനൊക്കെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരിലും പെരിഫറൽ ന്യൂറോപ്പതി നമ്മൾ കണ്ടുവരാറുണ്ട്. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂറോപ്പതി പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ അല്ലെങ്കിൽ വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ ഒക്കെ കുറവ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ന്യൂറോപ്പതി വരുന്നതെന്ന് നിങ്ങൾ കറക്റ്റായിട്ടുള്ള കംപ്ലീറ്റ് ബ്ലഡ് ചെക്കപ്പ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ബ്ലഡ് ചെക്കപ്പിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇലക്ട്രോമയോഗ്രാം പോലുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ നെർവ് കണ്ടക്ഷൻ വെലോസിറ്റി ടെസ്റ്റുകൾ പോലെയുള്ളതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്. ന്യൂറോപ്പതിക്ക് നമ്മൾ സാധാരണയായിട്ട് ഫോളോ ചെയ്യാൻ പറയുന്നത് ഫിസിയോതെറാപ്പികളാണ്. നമ്മൾ സാധാരണയായിട്ട് പറയാറ് 2 പാത്രങ്ങളിൽ ഒരേ അളവിൽ വെള്ളം എടുക്കുക. ഒന്ന് ചൂടുവെള്ളം, ഒന്ന് തണുത്ത വെള്ളം എടുത്തിട്ട് അതിൽ കാല് ഡിപ്പ് ചെയ്യാനാണ് പറയാറ്. 15 സെക്കൻഡോളം ഒരു പാത്രത്തിലെ വെള്ളത്തിൽ, മറ്റേത് പാത്രത്തിലും 15 സെക്കൻഡോളം ഡിപ്പ് ചെയ്തതിന് ശേഷം മാറി മാറി ഏകദേശം ഒരു ദിവസം തന്നെ 2 നേരത്തോളം നിങ്ങളിത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ആ നെർവ് സ്റ്റിമുലേഷൻ കൂട്ടാനായിട്ട് ഇത് സഹായിക്കും. ഇങ്ങനെ നിങ്ങളുടെ വാസ്കുലർ ന്യൂറൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനും പെരിഫറൽ ന്യൂറോപ്പതിക്കൊക്കെ ഒരു പരിധി വരെ ശമനം കിട്ടാനും ഇത് സഹായിക്കും. ഇതുപോലെ തന്നെ നമുക്ക് കാഫ് മസിൽസിനുള്ള ഫിസിയോതെറാപ്പികളുണ്ട്, പാദത്തിന് ചെയ്യാൻ പറ്റുന്ന ഫിസിയോതെറാപ്പികൾ, അങ്ങനെ നമുക്ക് ആവശ്യമായി നമ്മളെ ഏത് മസിൽസിനാണോ പ്രശ്നം അതിനനുസരിച്ചിട്ടുള്ള ഒരുപാട് ഫിസിയോതെറാപ്പികൾ ഇന്ന് ലഭ്യമാണ്. ഇതുപോലെ തന്നെ പാദത്തിനുള്ള എക്സസൈസുകളുണ്ട്, കൂടാതെ കാഫ് മസിൽസിന് ചെയ്യേണ്ട എക്സസൈസുകളുണ്ട്, ഇരുന്നു കൊണ്ട് ചെയ്യേണ്ടത്, നിന്നുകൊണ്ട് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് എക്സസൈസുകളുണ്ട്. നിങ്ങൾക്ക് പെരിഫറൽ ന്യൂറോപ്പതിയുടെ സിംറ്റങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടതിന് ശേഷം അതിന് വേണ്ട പ്രാരംഭഘട്ടങ്ങൾ ഓരോന്നായിട്ട് ഫോളോ ചെയ്യുകയും കൂടാതെ എക്സസൈസുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. വൈറ്റമിൻ ഡി കുറവുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അതിനുള്ള പ്രിവെൻഷനൊക്കെ ചെയ്യേണ്ടതാണ്. ഇനി വൈറ്റമിൻ ബി കോംപ്ലക്സ് ആണ് നിങ്ങളുടെ ബുദ്ധിമുട്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇലക്കറികളിൽ നിന്ന് കിട്ടും. കൂടാതെ പയറുവർഗ്ഗങ്ങൾ, ഇതിലെല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് വൈറ്റമിൻ ബി കോംപ്ലക്സ് തവിടടങ്ങിയ ആഹാരങ്ങളിൽ ഇന്നൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അതായത് നിങ്ങളുടെ അസുഖത്തിൻ്റെ മൂലകാരണം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഫിസിയോതെറാപ്പി നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഡെയിലി എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും 45 മുതൽ 1 മണിക്കൂർ എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെരിഫറൽ ന്യൂറോപ്പതിയെ ഒരു പരിധി വരെയൊക്കെ തടയാനായിട്ട് സാധിക്കും. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. നന്ദി.